ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ക്രിസ്റ്റി നേരെ തൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിരണിന് കൊടുക്കുകയാണ്. കിരൺ അതൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരങ്ങൾ നോക്കിയതിന് ശേഷം എവിടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിനു മുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ റഷ്യയിലാണ് പഠിച്ചതൊക്കെ, പിന്നെ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് തന്നെയാണോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അല്ല, ഞാൻ മാർക്കറ്റിങ്ങിലും വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം എന്തായാലും ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്, ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇവിടുത്തെ MD എൻ്റെ ഭാര്യ കല്യാണിയാണ്, അവളിപ്പോൾ ഇവിടെ സ്ഥലത്തില്ല, അവളോട് കൂടി ചോദിക്കണം, എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് വിവരം അറിയിക്കാം എന്ന് പറയുന്ന സമയത്ത് ക്രിസ്റ്റി ചോദിക്കുന്നുണ്ട്, ഇന്ന് തന്നെ വിവരം അറിയിക്കുമോ സാറേ എന്ന് ചോദിക്കുമ്പോഴും ജസ്റ്റ് 10 മിനിറ്റ്സ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാൻ വിളിക്കാമെന്ന് പറയാണ്. അപ്പം ശരി എന്നും പറഞ്ഞിട്ട് ക്രിസ്റ്റി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് നേരെ കല്യാണിയെ വിളിക്കുകയാണ് കിരൺ. കല്യാണി അപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ വേഗം വന്ന് ഫോൺ എടുക്കുന്നുണ്ട്. അങ്ങനെ കിരണേട്ട എന്ന് പറയാണ്. ആ കുട്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കിരൺ. എന്തായി എന്നിട്ട് നോക്കിയിട്ടൊക്കെ എന്ന് പറയുമ്പോഴും ക്വാളിഫിക്കേഷനൊക്കെ എങ്ങനെയെന്ന് പറയുമ്പോൾ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്, എന്തായാലും കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറയാണ് കിരൺ. അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, പിന്നെന്ത് നോക്കാനാണ്, അന്നാ സെലക്ട് ചെയ്തോ എന്ന് പറയുന്നുണ്ട്. നീ വന്നിട്ട് പോരെ കല്യാണി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേണ്ട, ഞാൻ എന്തിനാ വരാൻ നിൽക്കുന്നത്, കിരണേട്ടൻ അതിലൊക്കെ ആണെങ്കിൽ സെലക്ട് ചെയ്തോ എന്ന് പറയാണ്. ആ സമയത്ത് എങ്ങനെയുണ്ട് കുട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളിത്തിരി മോഡേൺ ആണെന്നാണ് തോന്നുന്നത്, എന്നാലും കുഴപ്പമില്ല, ആള് നല്ല ആക്റ്റീവാണ്, അപ്പോൾ അതുകൊണ്ട് എന്നാൽ സെലക്ട് ചെയ്യാലേ എന്ന് കിരൺ ചോദിക്കുന്നുണ്ട്. എന്നാൽ ശരി, അവളെ പുറത്തിരിക്കുന്നുണ്ട്, എന്നാൽ ഇന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് കൊടുക്കാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ്. രാഹുൽ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഒരു ജ്യൂസ് കുടിച്ചിരിക്കുകയാണ്, നമ്മുടെ ക്രിസ്റ്റിയെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ക്രിസ്റ്റി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് അവിടെ വന്നിരിക്കുമ്പോൾ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ. അപ്പോൾ പറയാണ്, എനിക്ക് തന്ന ദൗത്യം ഞാൻ ആദ്യ പടി കടന്നു, ഞാൻ എന്തായാലും അവിടെ ജോയിൻ ചെയ്തു എന്ന് പറയാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉറപ്പായിട്ടും ചെയ്യും, എനിക്ക് പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുള്ള 3 മാസം ആ സമയത്തിനുള്ളിൽ സാറ് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നിനക്ക് നിസ്സാരമായി നീ അത് തള്ളിക്കളയണ്ട എന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. സാർ അതിനെക്കുറിച്ച് ആലോചിക്കുകയും വേണ്ട എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് എത്രയും വേഗം കല്യാണിയെ അവിടെ നിന്നും അകറ്റിയിട്ട്, പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ കുഞ്ഞ് എപ്പോഴും കല്യാണിയുടെ കൂടെ ആയിരിക്കണം, കിരണിൻ്റെ ഒപ്പം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ക്രിസ്റ്റി ചോദിക്കുന്നുണ്ട്. ക്രിസ്റ്റി പറയാണ്, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം കുഞ്ഞാരുടെ ആയാലും രണ്ടുപേരും രണ്ട് തലത്തിലായിരിക്കും, അത് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, അല്ല ഈ കിരണിനെ കല്യാണിയെ അകറ്റിയിട്ട് എന്ത് ചെയ്യാനാ സാറിൻ്റെ പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രാഹുൽ പറയാണ്, എൻ്റെ മകളുമായിട്ട് കിരണിനെ കല്യാണം കഴിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഭർത്താവോ എന്ന് ചോദിക്കുകയാണ് ക്രിസ്റ്റി. അപ്പോൾ ആ സമയത്ത് രാഹുൽ പറയാണ്, അത് വലിയൊരു ചതിയാണ്, അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റി മനസ്സിൽ വിചാരിക്കുകയാണ്, അത് ശരി, മരുമകൻ അമ്മായശൻ തിരിച്ചറിഞ്ഞു, അത് അവൻ നേരിൽ കണ്ടപ്പോൾ പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അതിനുശേഷം ക്രിസ്റ്റി ചോദിക്കുകയാണ്, അപ്പോൾ അത് വലിയൊരു ചതിയായിരുന്നു അല്ലേ ആ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ വലിയ ചതി എന്ന് പറയാൻ പറ്റില്ല, അതൊരു കൊടും ചതി തന്നെയായിരുന്നു, അത് അവൻ ഭൂലോക ഫ്രോഡാണ്, അങ്ങനെ ഒരാളെയാണ് എൻ്റെ മകള് ഭർത്താവായിട്ട് കൂട്ടിയിട്ടുള്ളത്. എന്തായാലും സത്യങ്ങളൊക്കെ അറിയുമ്പോൾ എൻ്റെ മകള് തകർച്ച ഉണ്ടാകാൻ പാടില്ല, അതിനാണ് ഞാൻ ഈ മുന്നേ കൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടും, എന്നാൽ ശരി സാർ എന്തായാലും ഞാൻ പറഞ്ഞ പൈസ റെഡിയാക്കി വെച്ചോളൂ, 3 മാസത്തിനുള്ളിൽ ഇതിൻ്റെ കാര്യം ഞാൻ ഉറപ്പാക്കി തരാം എന്നും പറഞ്ഞ് അവരങ്ങനെ പോകുന്നുണ്ട് അവിടെ നിന്നും. അതിനുശേഷമാണെങ്കിൽ പ്രകാശനെയും കാർത്തികയെയും കാണിക്കുകയാണ്. അവർ രണ്ടുപേരും ഒരു ടെക്സ്റ്റൈൽസിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കാർത്തികയുടെ അമ്മയ്ക്ക് സാരിയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് 2-3 സാരിയൊക്കെ കാർത്തിക ഇങ്ങനെ എടുത്തിടുന്നുണ്ട്. അതിനുശേഷം അച്ഛനോട് പറയാണ്, അച്ഛ ഒരു സാരി, ഇഷ്ടപ്പെട്ട ഒരു സാരി സെലക്ട് ചെയ്യ്. അപ്പോൾ ഞാൻ എന്തിനാ മോളെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അമ്മയുടെ ഇഷ്ടപ്പെട്ട കളറൊന്നും എനിക്കറിയില്ലല്ലോ എന്ന് പ്രകാശം പറയുന്നുണ്ട്. അത് അച്ഛന് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് സെലക്ട് ചെയ്താൽ മതി, അമ്മ എന്ത് ചെയ്താലും അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടും എന്ന് കാർത്തിക പറയാണ്. എന്നാൽ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ 2-3 സാരിയൊക്കെ എടുത്ത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതേ സമയത്ത് അവിടേക്ക് ദീപയും കിരണും അതുപോലെ മൂത്ത മകളായ കാദംബരിയും കൂടി അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ വരുന്ന കാണുമ്പോൾ കാർത്തിക കാണാണ് അവരെ 3 പേരെയും. അച്ഛന് കാണിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ ശത്രുക്കൾ ദേ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്
അങ്ങനെ പ്രകാശം നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരും കാണാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രകാശം വലിയ കാര്യത്തിൽ ഈ സാരിക്ക് എത്ര രൂപയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ 4500, അത്രയ്ക്കൊന്നും പോരാ, നല്ല റേറ്റ് ഉള്ളത് എടുത്തോ എന്നൊക്കെ ഇങ്ങനെ വലിയ കാര്യത്തിൽ അവർ കേൾക്കാൻ വേണ്ടി ഉറക്കെ പറയാണ്. അങ്ങനെ നേരെ അവരിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയാണ്, എടാ നിന്റെ ഭാര്യ ഇതുവരെയും വന്നില്ലേടാ, നിന്റെ ഭാര്യ ഡൽഹിക്ക് പോയിട്ട് എനിക്ക് തോന്നുന്നത് ഇനി അവൾ വരില്ലെന്നാണ്, അവിടെ ആരെങ്കിലും തോളിൽ തൂങ്ങിക്കാണും എന്ന് പ്രകാശൻ കിരണിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. കിരൺ ദേഷ്യം കൊണ്ട് പല്ലിങ്ങനെ കടിച്ചമർത്തുകയാണ്. ആ സമയത്ത് ദീപയ്ക്കാണെങ്കിലും കാദംബരിക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട്. ദീപ കാർത്തികയോട് ചോദിക്കുകയാണ്, കുട്ടിക്ക് ഇത് എന്താ പറ്റിയത്, ഇങ്ങനെയുള്ളൊരു അച്ഛനെയും മോനെയും ചേർത്ത് പിടിക്കാനായിട്ട്, എന്തായാലും കുട്ടി ഇതിനുള്ള അനുഭവിക്കുമെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ കാദംബരി പറയുന്നുണ്ട്, എന്തായാലും അച്ഛനേക്കാളും വലിയ കളവ് പറയുന്നവനാണ് മകൻ എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, 2 പെൺമക്കളുണ്ടായിട്ട് 2 പെൺമക്കളും നല്ല രീതിയിലായപ്പോൾ നിങ്ങൾ പെൺമക്കളുടെ കൂടെ കൂടിയതല്ലേ എന്ന് ദീപയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കാദംബരിയോടായിട്ട് പറയാണ്, നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ട് കഷ്ടപ്പെട്ട് വളർത്തിയിട്ടും നിങ്ങളെ അച്ഛനെ തിരിഞ്ഞു നോക്കിയില്ലല്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പ്രകാശിൻ്റെ ഭാഗം പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആകെ അത്ഭുതത്തോടു കൂടി ഒരു പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കാർത്തിക പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് അപ്പുറം പോയി സെലക്ട് ചെയ്യാം, ഇവിടെ വേണ്ട എന്നും പറഞ്ഞിട്ട്, അതാ നല്ലത്, ഞങ്ങൾക്ക് ഇവിടുത്തെ സാരി വേണ്ട, ഞങ്ങൾ അപ്പുറം നോക്കിക്കോളാം എന്നും പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവിടെ സാരിയുടെ വില നോക്കിയിട്ട് ഇത് എത്രയിൻ്റെ ആണ് എന്ന് ചോദിക്കുമ്പോൾ 14,000-ൻ്റെ. അത് പോരാ, അതിലും കൂടട്ടെ, ഒരു 25,000 രൂപയുടെയൊക്കെ സാരി എടുക്കുക എന്ന് ഉറക്കനെ തന്നെ ഇവർ കേൾക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ സാരിയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുമാതിരി തന്നെ നമ്മുടെ ഇവിടെയാണെങ്കിലും കിരണും സാരിയും സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാർത്തിക് അവരെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയാണ്, കിരണേ എന്തായാലും നിങ്ങളെ കൂടെ തന്നെയാണ് ഞാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 2 ദുഷ്ടന്മാരെ കുറച്ച് നാൾ എനിക്ക് സന്തോഷിപ്പിക്കേണ്ടി വരും, അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അതേ സമയത്ത് പ്രകാശനാണെങ്കിൽ ബില്ല് എത്രയായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 1.5 ലക്ഷം രൂപ എന്നൊക്കെ പറയാണ്. അത് ഇത്തിരി ഉറക്കെ തന്നെ അവർ കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാർഡാണ് എന്നും പറഞ്ഞിട്ട് കാർഡ് കാർത്തികയുടെ കയ്യിൽ നിന്നും കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാർത്തിക ബില്ലൊക്കെ പേ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേ സമയത്ത് ഇവിടെ സെലക്ട് ചെയ്ത 2-3 സാരിയൊക്കെ നോക്കി വെച്ചിട്ട് അത് നേരെ കല്യാണിക്ക് അയച്ചു കൊടുക്കുകയാണ്. ഫോട്ടോ എടുത്തിട്ട് കല്യാണിയോട് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ കല്യാണി അത് നോക്കിയിട്ട് ഒരുപാട് സംശയമൊക്കെ വരുന്നുണ്ട്, ഏതെടുക്കണ്ടേ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു സാരി സെലക്ട് ചെയ്ത് അത് ഓക്കെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ കല്യാണിക്ക് ഇഷ്ടപ്പെട്ട കളർ വന്നു എന്നും പറഞ്ഞിട്ട് അവരതൊക്കെ എടുത്തിട്ട് അവരും പുറത്തേക്ക് നിൽക്കണം. അപ്പോൾ റിസപ്ഷനിൽ അപ്പോൾ നമ്മുടെ ബില്ലടിക്കുന്നിടത്ത് ചെന്നിട്ട് എത്ര രൂപയായി എന്ന് ചോദിക്കുമ്പോൾ സാറിൻ്റെ പൈസയൊന്നും സാറ് തരണ്ട എന്ന് പറയുന്നുണ്ട്. അതെന്താ എന്ന് കിരൺ ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഈ കടയുടെ മുതലാളി പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കേണ്ട എന്ന്. അതെന്താന്ന് ചോദിക്കുമ്പോൾ അത് ആരോ പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് കിരൺ ഇങ്ങനെ സംശയിച്ച് നിന്നിട്ട് പറഞ്ഞാൽ അച്ഛനാവും ചിലപ്പം, നമ്മളിവിടെ നിന്ന് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ പേ ചെയ്തോളാമെന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും, അതായിരിക്കും, എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് ആ ഡ്രസ്സൊക്കെ വാങ്ങി പോകുകയാണ്. പക്ഷേ ശരിക്കും ചന്ദ്രസേനനല്ല കാർത്തികയായിരിക്കും ആ പൈസ അവിടെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുള്ളത്. അങ്ങനെ അവരവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയുടെ അമ്മയെയാണ്. കാർത്തികയുടെ അമ്മ ഹോട്ടൽ മുറിയിൽ ഇങ്ങനെ സാരിക്ക് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ ഉടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് കാർത്തിക വരുന്നുണ്ട്. മോളായിരിക്കും എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. എന്തായി മോളെ എന്ന് പറയുമ്പോൾ ഇതാ അമ്മയ്ക്കുള്ള ഓണക്കോടിയാണെന്നും പറഞ്ഞിട്ട് അത് നോക്കട്ടെ എന്നും പറഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി തുറന്നു നോക്കുമ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ ഒരു സാരി, ഒരു പട്ട് സാരിയാണ്. ഇതെന്താ മോളെ, മോൾക്ക് അറിയില്ല അമ്മയ്ക്ക് കളർ ഇഷ്ടമല്ല എന്ന് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സെലക്ട് ചെയ്തതല്ല അമ്മേ, അത് അമ്മയുടെ ഭർത്താവ് അയാൾ സെലക്ട് ചെയ്തതാണ്, പ്രകാശൻ സെലക്ട് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. അയാൾ സെലക്ട് ചെയ്തതോ, മോളോട് ആരാ പറഞ്ഞ അയാൾ സെലക്ട് ചെയ്ത് എനിക്കും കൊണ്ട് തരാനായിട്ട് എന്നും ചോദിച്ചിട്ട് ആ സാരി നേരെ അവിടെ ബാസ്ക്കറ്റ് ഉണ്ടാവും അതിലേക്ക് നേരെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർത്തിക ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഈ ചെയ്തത് എന്ന്. അയാൾ സെലക്ട് ചെയ്താലും ഞാനല്ലേ പൈസ കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ പൈസ പൊക്കോട്ടെ മോളെ, അയാൾ തൊട്ട സാരി ഞാൻ എടുക്കാൻ എൻ്റെ കയ്യിൽ കൊണ്ടുതന്നത് തന്നെ മോള് ചെയ്ത തെറ്റാണ്, ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ വേണ്ട, ആർക്കും കൊടുക്കണ്ട, അത് അവിടെ കിടന്ന് പൊക്കോട്ടെ എന്നും പറഞ്ഞ് നിൽക്കാണ്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, എന്തായാലും അമ്മ തന്നതാണെന്നും പറഞ്ഞിട്ട് അമ്മ വാങ്ങി തന്നതാണെന്നും പറഞ്ഞിട്ട് ഞാനൊരു ഷർട്ട് എന്തായാലും അയാൾക്ക് കൊണ്ടു കൊടുക്കാൻ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് മോള് കൊടുത്തോ എന്ന് പറയുകയാണ്. അങ്ങനെ കാർത്തിക പിന്നീട് കാണിക്കുന്നത് ഒരു ഷർട്ടൊക്കെ വാങ്ങിയിട്ട് നേരെ
പ്രകാശൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പ്രകാശൻ ഈ ഒരു ഷർട്ട് സമ്മാനിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇതെൻ്റെ അമ്മ വാങ്ങി തന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ മോളിങ്ങനെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതല്ലാതെ എനിക്കൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ലല്ലോ, ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതൊക്കെ പിന്നെ കാണാം അച്ഛാ, എന്തായാലും ഇത്രയൊക്കെ വെയിറ്റ് ചെയ്തില്ലേ, നമുക്ക് ഇനി നേരിട്ട് തന്നെ കാണാം. അമ്മയ്ക്ക് എന്തായാലും അച്ഛന് ഇഷ്ടമാണ്, അച്ഛനും അമ്മയും ഒന്നിക്കാൻ തന്നെയാണ് അമ്മയുടെ തീരുമാനം എന്നും പറഞ്ഞ് ആ ഷർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഷർട്ട് തുറന്നു നോക്കിയിട്ട് ശേഷം പ്രകാശൻ അത് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ പ്രകാശനോടായിട്ട് പറയുന്നുണ്ട് കളറൊക്കെ ഇഷ്ടപ്പെട്ടില്ല, എന്തായാലും ഇട്ട് നോക്ക്, സൈസൊക്കെ ഓക്കെ ആണോ എന്ന് നോക്ക് എന്നും പറഞ്ഞിട്ട് പ്രകാശൻ അതും കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവൻ്റെ ഒരു ആഗ്രഹം, എന്തായാലും നിങ്ങളൊക്കെ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോടാ, നിങ്ങളിങ്ങനെ ആസ്വദിക്കുന്നത്, നിങ്ങളെ ഇങ്ങനെ കളിപ്പിക്കുന്നത് ഞാനും എൻ്റെ അമ്മയും നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് എന്ന് മനസ്സിലിങ്ങനെ കരുതി കാർത്തിക നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്